ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തമിഴാണല്ലോ കേൾക്കുന്നത്. ഒന്ന് കേട്ടു നോക്കി, തമിഴിലാ മറുപടി പറയുന്നത്. തമിഴ് ഇപ്പൊ എത്ര തമിഴ്നാട്ടിലെത്തിയോ? വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, The number you are calling is not reachable. Please call again later. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്കപ്പുറത്താണ്. ദയവായി പൊന്നി, വിഷ്ണുട്ടൻ താഴെയുണ്ടോ? ഇല്ല, കണ്ടില്ലല്ലോ. മുറിയിലില്ലേ? ഇല്ല. ഇനി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞിട്ടേ പോവാറുള്ളൂ. മൊബൈലിൽ വിളിച്ചിട്ടോ സ്വിച്ച് ഓഫാ. എന്തായാലും സത്യാമ്മയോടൊന്ന് ചോദിക്കട്ടെ. അല്ല, ആരെങ്കിലും അത്യാവശ്യമായിട്ട് കാണാൻ പോയതായിരിക്കും. ചാർജ് തീർന്നാലും ഫോൺ സ്വിച്ച് ഓഫ് ആവുമല്ലോ. എന്തായാലും സത്യാമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്. സത്യാമ്മയോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലോ? തരാം കേട്ടോ. നീ അതിങ്ങിതാ. എന്നാ ഇന്ന അതിങ്ങിതാ. സത്യാമ്മ, വിഷ്ണുവേട്ടനെ കണ്ടോ? ഇല്ല, മുറിയിലില്ലേ? ഞാൻ ഓർത്തു സത്യാമ്മയോട് വല്ലതും പറഞ്ഞിട്ടായിരിക്കും പോയിരിക്കുന്നെന്ന്. ഇനി രാവിലെ എഴുന്നേറ്റപ്പോ മുതല് കാണാനില്ല. അവൻ ആ ബാൽക്കണിയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെ പറയാനൊന്നും അവനെ അങ്ങോട്ട് ബോധമൊന്നുമില്ല. എഴുന്നേറ്റ് പോയത് ഞാൻ അറിയാതിരിക്കാനായിട്ട് ഒരു തലേണ അതേ സ്ഥാനത്ത് വെച്ചിട്ട് പോകുന്ന ആള് പറഞ്ഞിട്ട് പോവെന്ന് തോന്നുന്നുണ്ട് അച്ഛന്. അതെന്താ അങ്ങനെ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ വിളിച്ചതാ, ഫോൺ സ്വിച്ച് ഓഫാ. തമിഴാണല്ലോ കേൾക്കുന്നത്. ഒന്ന് കേട്ടു നോക്കി, തമിഴിലാ മറുപടി പറയുന്നത്. തമിഴ് ഇപ്പൊ എത്ര തമിഴ്നാട്ടിലെത്തിയോ? വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ നമ്മളെന്ന് വിളിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും അറിയണം. എന്നാൽ ഇവനിത് ആരോടും പറയാതെ എവിടെ പോയി? ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്നേ. രാഘവേട്ടൻ എന്ത് വർത്താനേ പറയുന്നേ? ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടായോ? ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഇവൻ എവിടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് പോവാമേലേ. ഈ ചെക്കനോട് തോറ്റല്ലേ. കഷ്ടം. மொபைல் எண் தற்போது தொடர்பு எண்ணிற்கு வெளியே உள்ளது. தயவு செய்து பிறகு முயற்சிக்கவும்.
ഇവൻ ഇതൊന്നും പറയാതെ എവിടോട്ടാ പോയത്? ആ പറഞ്ഞു എടുത്തേമേ. ആ കമല, നീ ഇപ്പൊ എവിടെയാ? ഞാൻ എന്താ ഓട്ടത്തിലോ. എന്താ എടുത്തേമേ വിളിച്ചേ? നിന്റെ ആശാൻ എന്തേ? അറിയില്ല. അല്ല ഇന്നെന്നെ വിളിച്ചിട്ടേ ഇല്ല. അല്ല സാധാരണ വാട്സാപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് പതിവുള്ളതാ. ഇന്ന് അതും വന്നില്ല. ദേ, നീ വെറുതെ ഉരുണ്ട് കളിക്കരുതേ. നീ അറിയാതെ വിഷ്ണുട്ടൻ എങ്ങോട്ടും പോവില്ല. അല്ല എടുത്തേമേ, ആശനപ്പ സ്ഥലത്തില്ലേ? ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിളിച്ചു ചോദിക്കോ? ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോ ആളിവിടെ ഇല്ല. ഫോൺ ചെയ്ത് നോക്കുമ്പോ ഫോൺ കേൾക്കുന്നത് തമിഴ് ലാംഗ്വേജിലാ. ഇതിന്നും ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? ആശനപ്പ തമിഴ്നാട്ടിലുണ്ടോ പിടി? പിടിയല്ല, നല്ല അടി. നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പോ നിന്റെ ആശാന്. നീ വാചം അടിച്ച് നിൽക്കാതെ വിളിച്ചു നോക്കിയേ. ഞാൻ എന്താ ഇപ്പൊ വിളിക്കാം എടുത്തേമേ, ഇപ്പൊ വിളിക്കാം. ആ ഈ ആശരത് എന്ത് ഭാവിച്ച പോകുമ്പോ പറഞ്ഞിട്ട് വെക്കൂടെ? ഏടത്തേമോട് വേണ്ട, എന്റെ അടുത്തൊന്ന് പറയാലോ. തമിഴാ? ആശ വിളിക്കുമ്പോ തമിഴാ? ഏട്ടത്തേം പറഞ്ഞ ശരിയുള്ള ദൈവമേ. ആശ ഇനിയിപ്പോ തമിഴ് പഠിക്കാൻ പോയതായിരിക്കും. ദൈവം. വീണ്ടും തമിഴ്. ഇല്ല, ഇനി ഞാൻ വാക്കേറ്റിയില്ല. പറഞ്ഞ ഡേറ്റിന് തന്നെ ഞാൻ വന്നിരിക്കും, ഉറപ്പാ. നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് അതൊന്നുമില്ല. എന്താടാ, ദേവസ്വം വല്ലതും ഉണ്ടോ? ആശ മുമ്പ് എന്നടുത്തെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? അല്ല ഞാനും കൂടെ പോരുന്നല്ലോ. ഇനിയിപ്പോ ഏട്ടത്തേം അടുത്ത് എന്താ പറയാ? നീ പറയാം, ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ദേഷ്യപ്പെടും. എന്തായി, നീ വിളിച്ചോ? എടാ, വിഷ്ണുവിനെ വിളിച്ചോന്നാ ചോദിച്ചേ. വിളിച്ചു, സ്വിച്ച് ഓഫാ. തമിഴും കേട്ടു. അതാ ഞാൻ പറഞ്ഞത്, നിന്റെ ആശാനെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാ. ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്ക. ഹലോ എടുത്തമ്മ. ഏട്ടത്തിമ്മ ദേഷ്യത്തിലാണല്ലോ. ആശരത് എന്ത് ഭാവിച്ച?